കാത്തു സൂക്ഷിക്കേണ്ടതൊക്കെ കാത്തു സൂക്ഷിക്കണം, മാറ്റി വെക്കേണ്ടതൊക്കെ മാറ്റി വെക്കണം. മെനിസ്കസിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം കാത്തു സൂക്ഷിക്കണം. ലിഗമെന്റിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ റീകൺസ്ട്രക്ഷൻ ചെയ്യേണ്ടതാണെങ്കിൽ അതിനെ മാറ്റി വെക്കുക തന്നെ ചെയ്യണം. ഇതൊന്നും ഇല്ലാതെ എനിക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് ഹീലാക്കാൻ പറ്റുമെന്നും എനിക്കിത് സർജറി ആവശ്യമില്ലെന്നും പറഞ്ഞ് സിവിയർ കേസിലും ഇതും വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഈ സ്റ്റേജ് ക്രോസ് ഓവർ ആയതിനു ശേഷം മുട്ടിൽ തേയ്മാനം തുടങ്ങി, കാർട്ടിലേജിൽ തേയ്മാനം തുടങ്ങിയതിന് ശേഷം സിവിയർ ആയിട്ട് മുട്ടുവേദന വന്നതിന് ശേഷം ആണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇനി ഇപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളത്. അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം തേയ്മാനത്തിന്റെ ചെറിയ ചെറിയ സിംറ്റംസിൽ ഒന്നും പോയിട്ട് സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല. തേയ്മാനം ഏറ്റവും കൂടുതൽ കൂടി ഏറ്റവും സിവിയർ കണ്ടീഷനിലാണ് സർജറി ചെയ്യുക. അപ്പോഴും അത് കോംപ്ലിക്കേറ്റഡ് സർജറി തന്നെയാണ്. ഇത് മനസ്സിലാക്കിയാലേ നിങ്ങൾ കറക്റ്റ് ആയ രീതിയിൽ മാനേജ്മെന്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ പേടിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾ സർജറി ചെയ്യുള്ളൂ എങ്കിൽ പേടിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. കാരണം ചില കണ്ടീഷനിൽ പേടിപ്പിച്ചാലേ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇത് ഞങ്ങൾക്കറിയാം. അപ്പോൾ പേടിപ്പിക്കുക തന്നെ ചെയ്യും.